മുട്ടയോ റവയോ ജലാറ്റിനോ ബ്രെഡോ ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതും മാങ്ങ ചേർത്തിട്ട്. മാങ്ങ കൊണ്ട് ആരെങ്കിലും കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏതൊരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിന് കാരമൽ സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് കാരമലൈസ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറു തീയിൽ വെക്കണം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് കളറും ഡാർക്കായി പോകണ്ട. ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് ടിന്നിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ടിന്നിലേക്ക് നമുക്ക് ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അലുമിനിയം ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്റ്റീൽ ടിൻ വേണമെങ്കിൽ എടുക്കാം. ഇനി റൗണ്ട് അല്ല, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ടിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കാരമൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള കസ്റ്റർഡ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പാല് നന്നായി കാച്ചി തണുപ്പിച്ച് എടുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 1/4 കപ്പ് പാലിന് പകരം ഹെവി ക്രീം യൂസ് ചെയ്യാം. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുഡിങ്ങിന് നല്ലൊരു റിച്ച് കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്നൊരു 1/4 കപ്പ് പാല് ഞാൻ ഈ കോൺഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ കോൺഫ്ലോർ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് വേറെ തിക്നിങ് ഏജൻറ്റ്സ് ഒന്നും ചേർക്കുന്നില്ല. ഈ കോൺഫ്ലോർ ആണ് ഈ പുഡിങ്ങിന് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലോർ മിക്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലോറും അതുപോലെ ഈ പാലും കൂടി നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടണം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൂടിയിട്ടുള്ള മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സിന്ദൂര മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്യൂരി 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത മാങ്ങയായിരിക്കണം. നാരൊന്നുമില്ലാത്ത മാങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്കിൻ്റെ അളവിലും വേണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ പാല് കാച്ചിയതിന് ശേഷം ചൂടാറാതെ നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാംഗോ പ്യൂരി ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയിൽ പുളിരസം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. മാങ്ങയിൽ പുളിരസം കൂടുതലാണെന്നുണ്ടെങ്കിൽ പാലിലേക്ക് നമ്മൾ പ്യൂരി ചേർക്കുമ്പോൾ അപ്പോഴും പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കാരമൽ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് മാങ്ങയുടെ എന്തെങ്കിലും തരിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒക്കെ കട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പുഡിംഗ് ടിന്നിനെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളമൊന്നും കിടക്കില്ല. ഒരു അപ്പച്ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ ആ ഒരു ടിൻ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം കുക്കായി കിട്ടും. നമുക്ക് 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ കവറൊക്കെ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് തുറക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് വെന്തോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുക്കൊക്കെ കുറച്ചുകൂടി ലിക്വിഡിയാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് വീണ്ടും ഒന്ന് കവർ ചെയ്ത് വേവിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ഏകദേശം 10 മിനിറ്റോളം കൂടി ഞാൻ എക്സ്ട്രാ ഇതൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് തുറന്ന് നോക്കാം. ഇനി ഒരു സ്ക്യൂർ നമുക്കിതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വെന്തോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും.
കേക്കിലൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നീറ്റായിട്ട് വരുന്നത് പോലെ അത്രയും നീറ്റായിട്ടൊന്നും വരില്ല. എന്നാലും നമ്മളിതിൻ്റെ സർഫസിലൊന്ന് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് കുക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പുഡിംഗ് ഒന്ന് ചെറുതായിട്ട് ഷേക്കി ആയിരിക്കും, അതാണ് ഇതിൻ്റെ പാകം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊരു 8 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പുഡിംഗ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ്സൊക്കെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സൈഡ്സൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് വിടിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് ഈ പുഡിംഗ് ടിന്നിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കമത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ടിന്നിൻ്റെ മീതെ വേണമെങ്കിൽ 1-2 പ്രാവശ്യവും തട്ടി കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പുഡിംഗ് ഇതിൽ നിന്ന് വിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് പതുക്കെ ഈ ടിന്നൊന്ന് പൊക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം പുതിന ലീവ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള എഗ്ലെസ് മാംഗോ കാരമൽ പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ്, പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഈ പുഡിങ്ങിന് വേണ്ട ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ മുട്ട ചേർത്ത് കാരമൽ കസ്റ്റർഡ് പുഡിംഗ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ആ സെയിം ടെക്സ്ചറും കൺസിസ്റ്റൻസിയും തന്നെയാണ് ഈ ഒരു പുഡിങ്ങിനും ഉണ്ടാവുക. മാങ്ങയുടെ ഫ്ലേവർ ഇതിൽ കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കുന്നതാണ്. നമ്മൾ എടുക്കുന്ന മാങ്ങ അനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലേവറിലും അതിൻ്റെ ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതുവരെ മാങ്ങ കൊണ്ട് കാരമൽ കസ്റ്റർഡ് പുഡിംഗ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ.